ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെടികളെ ഇഷ്ടപ്പെടുന്ന ഒരാളും തന്നെ നമ്മുടെ ചെമ്പരത്തി ചെടികൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല അല്ലേ? നമ്മളെ നാടൻ ചെമ്പരത്തികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഹൈബ്രിഡിലും മിനിയേച്ചറിലും ഒക്കെ ആയിട്ട് നല്ല നല്ല പൂക്കൾ വരുന്ന ഒരുപാട് ചെടികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും നിറയെ കണ്ടുവന്നിരുന്ന ചെടിയാണ് ചെമ്പരത്തി എന്നത്. കാലം മാറിയതോടുകൂടി ചെമ്പരത്തിയിലും ഹൈബ്രിഡ് എന്നും മിനിയേച്ചർ എന്നൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് ചെമ്പരത്തിയാണേ. നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെമ്പരത്തിയെ കുറിച്ചിട്ട്. റോസാ ചെടികൾ പോലെ തന്നെ എത്രയെല്ലാം പറഞ്ഞാലും തീരാത്ത നല്ലൊരു ചെടിയാണ് കേട്ടോ ചെമ്പരത്തി. നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന നാടൻ ചെമ്പരത്തി അത് ഒത്തിരി നീളത്തിൽ പോകുന്ന ഒരു ചെടിയാണ്. എന്നാൽ നമ്മുടെ ഹൈബ്രിഡ് ആയാലും മിനിയേച്ചർ ആയാലും ഒക്കെ ഒരുപാട് ഹൈറ്റിൽ പോവാതെ കുറ്റിച്ചെടിയായിട്ട് നന്നായിട്ട് ബുഷിയായി വളരുന്ന ചെടിയാണ്. നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് അനുസരിച്ചിട്ടിരിക്കും കേട്ടോ നമ്മുടെ ചെടി ബുഷിയായിട്ട് വരുന്നത്. പുതിയ ചെടി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ നമ്മളത് മാറ്റി വയ്ക്കണം. തുടക്കം തന്നെ നമ്മൾ ഒരുപാട് വലിയൊരു ചട്ടിയിൽ വെക്കാതെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് പതിയെ പതിയെ ചട്ടികൾ മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ചെമ്പരത്തിയുടെ വേര് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ചട്ടിയിൽ വേര് തിങ്ങി നിറയുമ്പോൾ ചെടി മുരടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ചുള്ള അടുത്തൊരു ചട്ടി തിരഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് നല്ല പോട്ടി മിക്സ് എല്ലാം ചേർത്ത് മാറ്റി വെച്ച് കൊടുക്കേണ്ടതാണ്. ചാണകവും കടലപ്പിണ്ണാക്കും നമ്മളൊരു 7 ദിവസം വെള്ളത്തിനകത്തിട്ടിട്ട് പുളിപ്പിച്ചെടുക്കുക. അത് എന്നിട്ട് നമ്മളൊരു 7 ദിവസം കഴിഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്യുകയും ചെയ്യാതെ തന്നെ നേരെ നമ്മുടെ ചെമ്പരത്തിയുടെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ 1-2 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് ചെടിയിൽ നിറയെ മൊട്ടും പൂക്കളൊക്കെ ആയിട്ട് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എപ്സം സാൾട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതും പൂക്കളുടെ വലിപ്പം നല്ല രീതിയിൽ വരാനായിട്ട് സഹായിക്കും. എപ്സം സാൾട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. എന്നിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചെടിയിലേക്ക് ഒരിക്കലും നിങ്ങൾ എപ്സം സാൾട്ട് ഉപയോഗിക്കരുത്. മാസത്തിൽ 1 തവണയൊക്കെയാണ് നമ്മൾ എപ്സം സാൾട്ട് ചെടിയിലേക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. വർഷം മുഴുവൻ നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ ചെമ്പരത്തി. നാടൻ പൂക്കളെക്കാളും വലുപ്പം കൂടിയ പൂക്കളാണ് നമ്മുടെ ഹൈബ്രിഡിനായാലും മിനിയേച്ചറിനായാലും കാണാൻ കഴിയുക. അത്യാവശ്യം നല്ല രീതിയിൽ പൂവുണ്ടായി നിൽക്കുന്ന ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയത്. ഇതിലും ഉപരി ഒരുപാട് വെറൈറ്റീസ് ചെമ്പരത്തി പൂക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടോളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.